കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ 100-ലധികം ടേം ഇൻഷുറൻസ് പോളിസികൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. 15-ലധികം ഇൻഷുറേഴ്സിനെ കമ്പയർ ചെയ്തിട്ടുമുണ്ട്. അത് മാത്രമല്ല 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാരെ ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ എടുക്കാൻ ഞങ്ങൾ ഗൈഡ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് അറിയാം. ബ്രോഷറിൽ നോക്കിയാൽ എല്ലാ പ്ലാനുകളും നല്ലതാണ്. പക്ഷേ സ്ട്രക്ചർ, ഫ്ലെക്സിബിലിറ്റി, ക്ലെയിം പെർഫോമൻസസ്, റൈഡർ ഡെപ്ത് ഇതൊക്കെ ഒരുമിച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മിക്ക പ്ലാനുകളും നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്കോർ ചെയ്യുന്നത് 3 ഡയമെൻഷൻസ് നോക്കിയാണ്. ഒന്ന്, ഫീച്ചേഴ്സ്. അതിന് 30% വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. കാരണം ഇവിടെ സ്ട്രക്ചർ മാറ്റർ ചെയ്യും. ഇനി ഇൻഷുററിന്റെ ക്വാളിറ്റി, അതിന് 60%. കാരണം പ്രോമിസസ് മാത്രം പോരാ, എക്സിക്യൂഷനും വേണം. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് പ്രീമിയം കോമ്പറ്റീറ്റീവ്നെസ്. ഇതിന് 10% വെയിറ്റേജ്. കാരണം ഇവിടെ കോസ്റ്റ് മാറ്റർ ചെയ്യും, പക്ഷേ റിലയബിലിറ്റിക്ക് എക്സ്പെൻസസ് ആകരുതെന്ന് മാത്രം. ഇനി ആദ്യത്തെ 5 റാങ്കിലുള്ള പോളിസികൾ നോക്കാം. ഓരോ പ്ലാനും സ്ട്രക്ചർ, ഇൻബിൽഡ് ഫീച്ചേഴ്സ്, റൈഡേഴ്സ്, അതിന്റെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് കൺസേൺസ്, പ്രീമിയം പൊസിഷൻ, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ റാങ്ക് ചെയ്തിട്ടുള്ളത്. റാങ്കിൽ 5ാമത് വരുന്നതാണ് ആദിത്യ ബിർള സൺ ലൈഫ് സൂപ്പർ ടേം പ്ലാൻ. സ്കോർ 5-ൽ 4.2 ഉണ്ട്. സ്ട്രക്ചറലി ഈ പ്ലാനിൽ ലെവൽ കവർ, ഇൻക്രീസിംഗ് കവർ, റിട്ടേൺ ഓഫ് പ്രീമിയം ഓപ്ഷൻസ് ഇതൊക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ലിമിറ്റഡ് പേയും റെഗുലർ പേയും ഇത് രണ്ടും പ്ലാനിലുണ്ട്. മാക്സിമം മെച്യൂരിറ്റി ഏജ് 85 വയസ്സ് വരെ. ഇനി നിങ്ങൾക്ക് പോളിസി എടുക്കാവുന്ന പ്രായം, അതായത് എൻട്രി ഏജ് 18 മുതൽ 65 വരെയാണ്. അത് ഓരോ പ്ലാനിന്റെ ഓപ്ഷൻസ് അനുസരിച്ചിരിക്കും. ഇനി റിട്ടേൺ ഓഫ് പ്രീമിയംസ്, അതായത് ROP, ഈ ഓപ്ഷൻ അവൈലബിൾ ആണ് ഇതിൽ. പക്ഷേ ജനറലി ROP വേരിയൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഫൈനാൻഷ്യലി എഫിഷ്യന്റ് ആണോ എന്ന് ചോദിച്ചാൽ മിക്ക കേസിലും ആണെന്ന് പറയാൻ പറ്റത്തില്ല ഈ ROP. ഇനി ഇൻബിൽഡ് ഫീച്ചേഴ്സിൽ നോക്കിയാൽ ടെർമിനൽ ഇൽനെസ് ബെനിഫിറ്റ്സും ഇതിലുണ്ട്. ലൈഫ് സ്റ്റേജ് പ്രൊട്ടക്ഷൻ, കവർ കണ്ടിന്യൂവൻസസ്, ഹെൽത്ത് മാനേജ്മെന്റ് സർവീസസ് ഇതൊക്കെ ഈ പോളിസിയിലുണ്ട്. അത് മാത്രമല്ല സർട്ടൻ കോൺഫിഗറേഷനിൽ ഏർലി എക്സിറ്റ് വാല്യൂ അവൈലബിൾ ആണ്. ലോങ് ടേമിൽ നിങ്ങളുടെ സർക്കംസ്റ്റൻസസിന് മാറ്റം വന്നാലും ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഇനി റൈഡേഴ്സ്, ഇവിടെയാണ് ഈ പ്ലാൻ ശരിക്കും മറ്റ് പോളിസികളെക്കാളും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, ആക്സിഡന്റൽ ഡെത്ത് ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ, വേവർ ഓഫ് പ്രീമിയം റൈഡർ, അതുകൂടാതെ സർജിക്കൽ ഹോസ്പിറ്റൽ കെയർ റൈഡേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഒരു പ്യുവർ മോണിറ്ററി പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഫുൾ റിസ്ക് കവറേജ് ഒരിടത്ത് കൺസോളിഡേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നല്ല പോളിസിയാണ്. ഇനി ഈ പോളിസിയുടെ നല്ല കാര്യങ്ങൾ നോക്കിയാൽ കസ്റ്റമൈസേഷനും റൈഡർ ഡെപ്തും ഇതിൽ നല്ല രീതിയിലുണ്ട്. ഇനി കൺസേൺസ് നോക്കിയാൽ പ്രീമിയം മറ്റ് പോളിസികളെ വെച്ച് നോക്കുമ്പോൾ അത്ര ചീപ്പ് അല്ലെന്ന് പറയാം. മൊത്തത്തിൽ നോക്കിയാൽ ഫ്ലെക്സിബിലിറ്റി, റൈഡർ സ്ട്രക്ചറിങ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നവർക്ക് ഇത് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇനി റാങ്കിൽ 4ാമത് വരുന്നതാണ് ബജാജ് ലൈഫിന്റെ E-Touch 2. സ്കോർ 5-ൽ 4.2. സ്ട്രക്ചറലി ലെവൽ കവർ, ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് ഓപ്ഷൻസ്, റിട്ടേൺ ഓഫ് പ്രീമിയം ഓപ്ഷൻസ് ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. എൻട്രി ഏജ് 18 മുതൽ 65 വരെ. മാക്സിമം മെച്യൂരിറ്റി ഏജ് 99 വർഷം, അതായത് 99 വയസ്സ് വരെ. സീറോ കോസ്റ്റ് എക്സിറ്റ് ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഒരു ലോങ് ഡ്യൂറേഷനിൽ പോളിസി ഹോൾഡ് ചെയ്ത ശേഷം എക്സിറ്റ് ആവാൻ പറ്റും. ബേസ് പ്രീമിയം നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. കണ്ടീഷൻസ് ഉണ്ട്. മിനിമം പോളിസി ടേം, സർട്ടൻ എക്സ്ക്ലൂഷൻസ്, ഇതെല്ലാം കണ്ടീഷൻസ് ആയിട്ട് വരും. ഇത് ലോങ് ടേം ബയേഴ്സിന് ഒരു സൈക്കോളജിക്കൽ കംഫർട്ട് നൽകും എന്നത് ശരിയാണ്. അത് മാത്രമല്ല ഇൻബിൽഡ് ടെർമിനൽ ഇൽനെസ് ബെനിഫിറ്റ്സും ഈ പോളിസിയിലുണ്ട്. ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി, ടെർമിനൽ ഇൽനെസ്, വേവർ ഓഫ് പ്രീമിയംസും ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഈ പോളിസിയിലെ ലൈഫ് സ്റ്റേജ് ബെനിഫിറ്റ്സും ഓട്ടോ കവർ കണ്ടിന്യൂൻസും അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾ ഒരു ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്താൽ ഇൻസ്റ്റന്റ് പേ ഔട്ടും അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും കൂടാതെ ഹെൽത്ത് മാനേജ്മെന്റ് സർവീസസും അവൈലബിൾ ആണ്. ഇനി റൈഡേഴ്സ് നോക്കിയാൽ ക്രിട്ടിക്കൽ ഇൽനെസ്, ആക്സിഡന്റൽ, പാർഷ്യൽ, ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി, ഫാമിലി പ്രൊട്ടക്ഷൻ, കെയർ പ്ലസ് ഇതെല്ലാം ഈ പോളിസിയിൽ അവൈലബിൾ ആണ്. റെഗുലർ പേയും ലിമിറ്റഡ് പേയും രണ്ടും അവൈലബിൾ ആണ്. പ്രീമിയം ഹോളിഡേ റൈഡർ ഫ്ലെക്സിബിലിറ്റിയും ഇതിലുണ്ട്. സർട്ടൻ കണ്ടീഷൻസിനാണെന്ന് മാത്രം. ഈ പോളിസിയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസിംഗ് ആണ്. ഒരു നോൺ സ്മോക്കർ പ്രൊഫൈലിൽ ബജാജ് മിക്ക കേസിലും പ്രൈസ് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അത് മാത്രമല്ല കോസ്റ്റ് ടു ഫീച്ചർ റേഷ്യോയിലും നല്ല പെർഫോമൻസ് ആണ്. ഇനി റാങ്കിൽ 3ാമത് വരുന്നതാണ് ICICI Prudentialന്റെ iProtect സ്മാർട്ട് പ്ലസ്. ഈ പ്ലാനിന്റെ സ്കോർ 4.3 ആണ്. 5-ൽ ലൈഫ് പ്ലസ് 2 വേരിയൻസ് ആണ് ഈ പോളിസിക്ക് വരുന്നത്. എൻട്രി ഏജ് 18 മുതൽ 60 വയസ്സ് വരെ. മാക്സിമം മെച്യൂരിറ്റി ഈ പോളിസിയിലും 99 വയസ്സ് വരെ കൊടുക്കുന്നുണ്ട്. സിംഗിൾ, റെഗുലർ, ലിമിറ്റഡ് പേ ഇതൊക്കെ ഈ പോളിസിയിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല സ്മാർട്ട് എക്സിറ്റ് ബെനിഫിറ്റും ഉണ്ട്. സ്പെസിഫൈഡ് പോളിസി ഡ്യൂറേഷന് ശേഷം മാത്രമാണ്. ഇനി നിങ്ങളൊരു ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്താൽ ഇൻസ്റ്റന്റ് പേ ഔട്ടും ഉണ്ട്. അത് ചിലപ്പം ഹയർ സം അഷ്വേർഡ് പോളിസികളിൽ മാത്രമായിരിക്കാം. ബേസിക്കലി പറഞ്ഞാൽ ഫൈനൽ സെറ്റിൽമെന്റിന് മുൻപ് നോമിനിക്ക് ഒരു നല്ല തുക തന്നെ കിട്ടും. അത് മാത്രമല്ല ലൈഫ് സ്റ്റേജ് ബെനിഫിറ്റ്സും അവൈലബിൾ ആണ്. അതായത് കല്യാണം കഴിയുമ്പോൾ, ചൈൽഡ് ബർത്ത്, അഡോപ്ഷൻ, നിങ്ങളൊരു ഹോം ലോൺ എടുത്താലും ഇങ്ങനത്തെ മേജർ ലൈഫ് ഇവന്റ്സ് വരുമ്പോൾ സം അഷ്വേർഡ് കൂട്ടാൻ പറ്റും. ഡിഫൈൻഡ് ക്യാപ്പ് കാണും, ടൈം ലൈൻസും ഉണ്ട്. പക്ഷേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ പ്രീമിയം ബ്രേക്ക് ബെനിഫിറ്റ്സും അവൈലബിൾ ആണ്. ഇനി റൈഡേഴ്സ് നോക്കിയാൽ ക്രിട്ടിക്കൽ ഇൽനെസ്, ആക്സിഡന്റൽ ഡെത്ത്,
ആക്സിഡന്റൽ, ടോട്ടൽ അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി, വേവർ ഓഫ് പ്രീമിയം ഇതെല്ലാം ഈ പോളിസിയിൽ അവൈലബിൾ ആണ്. ഇവിടെ ICICIയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ പ്രീമിയം കോമ്പറ്റീറ്റീവ്നെസ് ആണ്. മിക്ക കേസിലും കോമ്പറ്റീറ്റേഴ്സിനെക്കാളും പ്രീമിയം കുറവായിരിക്കും. ഫീച്ചേഴ്സിന്റെ ഡെപ്തും സ്ട്രോങ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഷുറർ, നല്ല ഫീച്ചേഴ്സും കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങും, മോസ്റ്റ്ലി ഒരു ബാലൻസ്ഡ് പ്ലാൻ ആണ്. റാങ്കിൽ രണ്ടാമത് വരുന്നതാണ് HDFC ലൈഫിന്റെ ക്ലിക്ക് ടു പ്രൊട്ടക്ട് സുപ്രീം പ്ലസ്. സ്കോർ വരുന്നത് 4.3. 3 വേരിയൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ലൈഫ്, ലൈഫ് പ്ലസ്, ലൈഫ് ഗോൾ എന്ന് പറയും. ലൈഫിൽ ലെവലും ഇൻക്രീസിംഗ് കവറും ഉണ്ട്. ഇനി ലൈഫ് പ്ലസ് ആണെങ്കിൽ ഇൻബിൽഡ് ആക്സിഡന്റൽ ഡെത്ത് കവറേജ് ആഡ് ആകും. ഇനി ലൈഫ് ഗോൾ ആണെങ്കിൽ സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ലയബിലിറ്റിക്ക് അലൈൻഡ് ആയിട്ട് നിങ്ങളുടെ പോളിസിയുടെ കവർ കുറയ്ക്കാനും പറ്റും. എൻട്രി ഏജ് 18 മുതൽ 65 വരെ. മാക്സിമം മെച്യൂരിറ്റി ഏജ് ഇവിടെ വരുന്നത് 85 വയസ്സ് വരെയാണ്. സിംഗിൾ, ലിമിറ്റഡ്, റെഗുലർ പേ ഈ 3 ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഇനി ടെർമിനൽ ഇൽനെസ് ബെനിഫിറ്റ്സ് ഇൻബിൽഡ് ആയിട്ട് ഈ പോളിസിയിൽ വരുന്നുണ്ട്. ഒരു ഡിഫൈൻഡ് ലിമിറ്റ് വരെയാണെന്ന് മാത്രം. സ്മാർട്ട് എക്സിറ്റ് ബെനിഫിറ്റ് ഇത് 25 വർഷം നിങ്ങൾ പോളിസി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബേസ് പ്രീമിയം നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അതുകൂടാതെ മെച്യൂരിറ്റിയിൽ പോളിസി റിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. റെയർ ഫ്ലെക്സിബിലിറ്റി ആണിത്. മിക്ക പ്ലാനിലും ഇത് കാണത്തില്ല. ഇതൊന്നും കൂടാതെ ലൈഫ് സ്റ്റേജ് ഓപ്ഷൻസും ഉണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ച് കഴിയുമ്പോൾ, ഹോം ലോൺ ഇവൻസ് ഇങ്ങനെയൊക്കെ വന്നാൽ നിങ്ങളുടെ പോളിസിയുടെ കവർ കൂട്ടാൻ പറ്റും. ഇതുകൂടാതെ ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്താൽ ഇൻസ്റ്റന്റ് പേ ഔട്ടും കിട്ടും. അതായത് നിങ്ങളൊരു ഹയർ കവർ ബാൻഡിലാണെങ്കിൽ നിങ്ങളൊരു ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്താൽ നോമിനിക്ക് 2 മുതൽ 5 ലക്ഷം വരെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും. ഇതുകൂടാതെ പ്രീമിയം ബ്രേക്ക് ബെനിഫിറ്റ്സ് സർട്ടൺ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ എല്ലാ പോളിസി ഹോൾഡേഴ്സിനും അവൈലബിൾ ആണ്. അതുകൂടാതെ സ്ത്രീകൾക്ക് ലൈഫ് ഇവൻസിൽ അഡീഷണൽ സ്ട്രക്ചേർഡ് പ്രീമിയം ബ്രേക്കും അവൈലബിൾ ആണ്. ഇനി ഈ പോളിസിയിൽ പേരന്റ് പ്രൊട്ടക്ട് കെയർ ഉണ്ട്. അതായത് എൽഡർലി പ്രായമായ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്കൊരു സ്ട്രക്ചേർഡ് ഇൻകം പേ ഔട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. ഇനി റൈഡേഴ്സ് നോക്കിയാൽ ക്രിട്ടിക്കൽ ഇൽനെസ്, ആക്സിഡന്റൽ ഡെത്ത്, ആക്സിഡന്റൽ ഇൻകം ബെനിഫിറ്റ്സ്, അതായത് ഒരു ഡിസബിലിറ്റി വന്നാൽ മന്ത്ലി ഇൻകം കിട്ടുന്ന ഓപ്ഷൻ. ഇതുകൂടാതെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ ഹസ്ബൻഡ് ആക്സിഡന്റൽ ഡെത്ത് സംഭവിച്ചാൽ വേവർ ഓഫ് പ്രീമിയം ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇതുകൂടാതെ ലീവ് വെൽ റൈഡർ അവൈലബിൾ ആണ്. അതായത് ഒരു ആക്സിഡന്റ്, ഹോസ്പിറ്റലൈസേഷൻ ഫീച്ചേഴ്സ് എല്ലാം ബണ്ടിൽ ചെയ്തൊരു ഓപ്ഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇവിടെ എഡ്യൂക്കേഷണൽ ഇൻകം ബെനിഫിറ്റ്സ്, അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഡിഫൈൻഡ് പ്രായം വരെ ആനുവൽ പേ ഔട്ട് ലഭിക്കുന്ന ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി റിട്ടേൺ ഓഫ് പ്രീമിയംസ്, ROP, സ്പൗസ് കവർ ആഡ് ഓൺസും ഇതിലുണ്ട്. പക്ഷേ ഹൈലി റെക്കമെൻഡ് ഓപ്ഷൻ അല്ല എന്ന് മാത്രം. ഇനി ഈ പോളിസിയിലെ ഏറ്റവും സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചർ ഡെപ്തും ബിൽഡ് ഇൻ ഫ്ലെക്സിബിലിറ്റികളുമാണ്. കൺസേൺ ആയിട്ട് പറയാനുള്ളത് ഇവിടെ പ്രൈസിംഗ് ആണ്. മിക്ക കേസിലും HDFCയുടെ പ്രീമിയം ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെക്കാളും 15 മുതൽ 25% വരെ കൂടുതലായിട്ടാണ് കാണാറുള്ളത്. ഇൻഷുററിന്റെ ബ്രാൻഡ് സ്ട്രെങ്ത്, ഫീച്ചർ ലെയറിംഗ് ഇതെല്ലാം വാല്യൂ ചെയ്യുന്നവർക്ക് ആ ഒരു പ്രീമിയം ഡിഫറൻസ് അക്സെപ്റ്റബിൾ ആവാം. അതല്ല നിങ്ങളൊരു പ്രൈസ് സെൻസിറ്റീവ് ബയർ ആണെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. ഇനി റാങ്കിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ആക്സിസ് മാക്സ് ലൈഫിന്റെ സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ്. സ്കോർ 4.65. ഈ പ്ലാനിന് മൾട്ടിപ്പിൾ വേരിയൻസ് അവൈലബിൾ ആണ്. റെഗുലർ കവർ, ROP, ഏർലി ROP, സ്മാർട്ട് കവർ, ഹോൾ ലൈഫ് കവർ, ഇൻകം പ്രൊട്ടക്ഷൻ ഫോർമാറ്റ്സ് ഇങ്ങനെ. എൻട്രി ഏജ് 18 മുതൽ 60 വരെയാണ്. മാക്സിമം മെച്യൂരിറ്റി ഏജ് 85 വയസ്സ് വരെ. സീറോ കോസ്റ്റ് ബെനിഫിറ്റ്സ് ഒരു ലോങ് ഡ്യൂറേഷനിൽ പോളിസി ഹോൾഡ് ചെയ്ത ശേഷം അവൈലബിൾ ആണ്. കവർ കണ്ടിന്യൂസി ബെനിഫിറ്റ്സ് പോളിസി കണ്ടിന്യൂ ചെയ്യുന്നതും എൻഷുർ ചെയ്യും. ഇതിൽ ടെർമിനൽ ഇൽനെസ് കവർ ഇൻബിൽഡ് ആയിട്ടും ലഭിക്കും. അതുകൂടാതെ ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്താൽ ഇൻസ്റ്റന്റ് പേ ഔട്ട് ഒരു എലിജിബിൾ കവർ ബാൻഡിലും അവൈലബിൾ ആണ്. അതുകൂടാതെ സ്ത്രീകൾക്ക് ലൈഫ് ലൈൻ പ്ലസ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. എല്ലാ പോളിസി ഹോൾഡേഴ്സിനും ഇൻബിൽഡ് ആയിട്ട് ഹെൽത്ത് മാനേജ്മെന്റ് സർവീസസും കിട്ടും. ഇവിടെ റൈഡേഴ്സ് ആയിട്ട് വരുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ്, ടോട്ടൽ ആൻഡ് പെർമനന്റ് ഡിസബിലിറ്റി, ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് ഡിസ്മെമ്പർമെന്റ്, വേവർ ഓഫ് പ്രീമിയംസ് ഇതെല്ലാം ആണ്. റെഗുലർ പേ, ലിമിറ്റഡ് പേ, സിംഗിൾ പേ ഈ 3 ഓപ്ഷൻസും അവൈലബിൾ ആണ്. ആക്സിസ് മാക്സ് ലൈഫിന്റെ ഈ പോളിസി ബാക്കിയുള്ള പോളിസികളെക്കാട്ടിലും വ്യത്യസ്തമാകുന്നത് പ്രീമിയത്തിന്റെ കോമ്പറ്റീറ്റീവ്നെസ്സും അതുകൂടാതെ ഫീച്ചേഴ്സിന്റെ സ്ട്രെങ്തുമാണ്. മിക്ക ഏജിലും സം അഷ്വേർഡ് കോമ്പിനേഷനിലും അഗ്രസീവ് ആയിട്ടാണ് ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇൻബിൽഡ് ഫീച്ചേഴ്സും സ്ട്രോങ് ആണ്. റൈഡർ ഡെപ്തും സോളിഡ്. ഓപ്പറേഷണൽ പെർഫോമൻസ് മെട്രിക്സ് നോക്കിയാലും സ്ട്രോങ് ആണ്. അതായത് ഇൻഷുറർ റിലയബിൾ ആണ്. ഇവിടെ കൺസേൺസ് ആയിട്ട് വരുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ സർട്ടൺ ഒക്കുപ്പേഷനിലാണെങ്കിൽ അണ്ടർ റൈറ്റിംഗ് സ്ട്രിക്ട്നെസ്സും റൈഡർ പ്രൈസിംഗ് വേരിയേഷൻസും ഇതൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഫീച്ചേഴ്സ്, ഇൻഷുറർ സ്ട്രെങ്ത്, പ്രൈസിംഗ് എഫിഷ്യൻസി ഇതൊക്കെ ഒരുമിച്ച് നോക്കുമ്പോൾ 2026 ആക്സിസ് മാക്സ് ലൈഫ് തന്നെയാണ് ഹയസ്റ്റ് റാങ്കിൽ വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത 5 പ്ലാനുകളും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലിസ്റ്റിലുള്ളത്. എങ്കിലും റാങ്ക് 1-ലുള്ളതും 5-ലുള്ള പോളിസികളും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് പൊതുവേ വരുന്നത്. ഇവിടെ ശരിക്കും മാറ്റർ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻസ് ആണ്. അതായത് നിങ്ങളുടെ ഏജ്, ലയബിലിറ്റി, ഇൻകം സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഡിപ്പെൻഡൻസ്, അതുകൂടാതെ എത്ര ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് പോളിസിയിൽ വേണം, ബിൽഡ് ഇൻ ഫീച്ചേഴ്സ് ആയിട്ട്
ആയിട്ട് എന്തൊക്കെ വേണം ഇതൊക്കെ നോക്കി വേണം നിങ്ങളൊരു ടേം ഇൻഷുറൻസ് പോളിസി എടുക്കാൻ. നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള പ്രീമിയംസ് ആക്ച്വലി ഒരു സാമ്പിൾ നോൺ സ്മോക്കിംഗ് പ്രൊഫൈലിനുള്ളതാണ്. നിങ്ങളുടെ ആക്ച്വൽ പ്രീമിയംസ് നിങ്ങളുടെ ഏജ്, ഹെൽത്ത്, ലൊക്കേഷൻ, ഒക്കുപ്പേഷൻ, അണ്ടർ റൈറ്റിംഗ്, പിൻകോഡ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ റാങ്കിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഫൈനൽ ചോയ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേണം ഡിസൈഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാനിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അതല്ല ഫൈൻ പ്രിന്റ് കണ്ടീഷൻസ്, റൈഡേഴ്സിന്റെ കോസ്റ്റ് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും, സ്പെസിഫിക് പ്രൊഫൈലിന് ഏതാണ് സ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ ഡിസ്ക്രിപ്ഷനുള്ള ഓരോ പ്ലാനിൻ്റെയും ഫുൾ ലെങ്ത് സ്റ്റാൻഡ് അലോൺ റിവ്യൂ വീഡിയോസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്ലാനുകളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈൻ പ്രിന്റ് കണ്ടീഷൻസ്, റൈഡറിൻ്റെ കോസ്റ്റ് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും, സ്പെസിഫിക് പ്രൊഫൈലിന് എങ്ങനെയാണ് സ്യൂട്ട് ആകുന്നത് എന്നൊക്കെ അറിയാൻ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ IRDA സർട്ടിഫൈഡ് അഡ്വൈസേഴ്സുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഹാപ്പി ഇൻഷുറൻസ് ഹണ്ടിങ്.